നമസ്കാരം. ബിഗ് ബോസ് സീസൺ 10 ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ഞങ്ങൾ തൃശ്ശൂരുകാരൊക്കെ ഒരു ഭാഗ്യേ. സർപ്രൈസ് എൻട്രി, സർപ്രൈസ് എവിക്ഷൻ, ജനപ്രിയ കാൻഡിഡേറ്റ്, മാസ് കാൻഡിഡേറ്റ്, ആകെ മൊത്തം കളറാണ്. പണ്ട് കാലത്തൊക്കെ, അതായത് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ അപ്പാപ്പന്മാർ തമ്മിലുള്ള കോലുകളിയായിരുന്നു ഈ രാഷ്ട്രീയം. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഇപ്പോൾ മാസ് എൻ്റർടൈൻമെൻ്റാണ്. എന്നാലും എൻ്റെ പ്രതാപൻ എം പി 5 കൊല്ലം മുമ്പ് ജനങ്ങളുടെ വോട്ടും വാങ്ങി വാക്കും കൊടുത്തു പോയി ദുബായിൽ കിടന്ന് സർക്കസും ഡിസ്കോ ഡാൻസും കളിക്കുമ്പോൾ ഒന്നും ഓർക്കണ്ടേ, 5 കൊല്ലം കഴിഞ്ഞ് ഒരിക്കലെങ്കിലും വോട്ട് ചോദിക്കാൻ വേണ്ടി ഈ ജനങ്ങളുടെ അതേ മുഖത്ത് നോക്കണമെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ ഈ ചൂടാറും മുമ്പ് ആയതുകൊണ്ടാണ് ഇത്ര പ്രശ്നമായത്. ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു MLA ഇലക്ഷൻ വരുമ്പോൾ ഇദ്ദേഹം തന്നെ വരും, വോട്ട് ചോദിക്കും, കുത്തും, കൊടുക്കും, ചിലപ്പോൾ മന്ത്രിയാവും. അപ്പോഴേക്കും ജനങ്ങൾ അതൊക്കെ മറന്നു കാണുമല്ലോ. അതാണല്ലോ നമ്മുടെ പതിവ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ തെക്നിയിലെ യഥാർത്ഥ നാഗവലി ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് നടത്തുന്ന ബാൽസി സഖാവിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഈ തൃശ്ശൂർ MP കാൻഡിഡേറ്റായി മത്സരിക്കുന്ന സുനിൽകുമാറിൻ്റെ പോലെ തന്നെ CPIയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് തൃശ്ശൂർ ഭരണത്തിലിരിക്കുന്ന MLA ആണ് ബാൽസി സഖാവ്. പക്ഷെ അങ്ങേരുടെ ഭരണ മികവിനെയോ എന്തിന് അങ്ങേരെ ഒരു പോസ്റ്ററിലോ അല്ലെങ്കിൽ ഇൻ പേഴ്സണോ ക്യാമ്പയിനിൽ എവിടെയും കാണാനില്ല. അദ്ദേഹത്തെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് വോട്ട് പിടിക്കാനില്ല എന്നർത്ഥം. ഇവരെയൊക്കെ കണ്ട് പേടിച്ചു എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്ന സുരേഷ് ഗോപി 6 കൊല്ലം മുമ്പ് തോറ്റ മണ്ഡലത്തിൽ 6 കൊല്ലം കൊണ്ട് താൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വികസനങ്ങൾ നടപ്പിലാക്കി എന്ന് അവണിശ്ശേരി പഞ്ചായത്തിൽ പോയി നോക്കൂ, ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ പോയി നോക്കൂ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി നോക്കൂ എന്ന് തെളിവോടെ നിരത്തി, ഇനി അതിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വോട്ട് തരിക എന്നൊരു തെരഞ്ഞെടുപ്പ് സ്ലോഗനും കൊണ്ട് നെഞ്ചും വിരിച്ച് വോട്ട് ചോദിച്ച് ഈ തൃശ്ശൂർ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് മാറ്റേണ്ടത്. അതിന് ലിറ്ററസി റേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് കേരളം കുറച്ച് നാളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറവി നമുക്ക് ഭയങ്കരമാണ്.